ഇന്നത്തെ എപ്പിസോഡിന്റെ അവസാനം നടക്കുന്ന ആ ഒരു വഴക്ക്, അനുമോള് പിന്നെ അപ്പാനി ബിൻസി ഇവരൊക്കെ തമ്മിൽ നടക്കുന്ന ഒരു വഴക്കാണ്. ഇതിനകത്ത് എനിക്ക് തോന്നുന്ന ഒരു കാര്യം ആദ്യം തന്നെ ഞാൻ പറയാം. അനുമോൾ എന്ന കണ്ടസ്റ്റന്റിന്റെ ഗെയിമിൽ ഒരുപാട് പോരായ്മകൾ ഉണ്ടായിട്ടുണ്ട്. പക്വതയില്ലാത്ത രീതിയിൽ മറ്റുള്ളവരുടെ ജീവിതം വെച്ചിട്ട് ഒരുപാട് അനുമോൾ ഗെയിം കളിച്ചിട്ടുണ്ട്. അത് എത്രയൊക്കെ വെളുപ്പിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഉണ്ടല്ലോ, അതാണ് സത്യം. ഒരുപാട് പേരുടെ ജീവിതം വെച്ചിട്ട്, അത് തുടക്കത്തില് അപ്പാനി ബിൻസി ഇവരുടെ ജീവിതം വെച്ച് ഗെയിം കളിച്ചു. പുറത്തിറങ്ങിയിട്ട് അവർക്ക് ഏറെ നെഗറ്റീവുകൾ വന്നു. അതിന്റെ ഒരു ചുരുക്കാണ് അവർ തീർക്കുന്നത്. അപ്പൊ അവരുടെ ഭാഗത്ത് നമുക്ക് ഇതിനകത്ത് കുറ്റം പറയാൻ പറ്റില്ല. അപ്പാനിയുടെയും ബിൻസിയുടെയും കാര്യത്തിൽ അവര് അത്രയധികം അനുഭവിച്ചിട്ടുണ്ട് എന്ന് വേണം പറയാനായിട്ട്. അതുകൊണ്ട് തന്നെയാണ് ഇവര് ഈ ഒരു കാര്യം എടുത്തിട്ട് തീർപ്പാക്കാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പൊ അനുമോൾ അവരെ വീണ്ടും ചൊടിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കുമ്പോൾ തീർച്ചയായിട്ടും അവര് റേസ് ആവും, ഒരു പടി കൂടുതൽ റേസ് ആവും. അപ്പൊ ഇതിനകത്ത് തീർച്ചയായിട്ടും അവരുടെ ഭാഗത്തൊരു തെറ്റുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എല്ലാം കയ്യിലിരിപ്പിന്റെ തന്നെയാണ് അനുമോൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പക്വതയില്ലാത്ത രീതിയിൽ ഗെയിം കളിച്ചു, പറയുന്ന കാര്യത്തിൽ ക്ലാരിറ്റി ഇല്ലാത്ത രീതിയിൽ സംസാരിച്ചു, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ്. പിന്നെ പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആര്യൻ ജിസേൽ വിഷയം. ആ ഒരു വിഷയത്തിലാണെങ്കിലും അനുമോള് പ്യുവർലി ഗെയിമാണ് കളിച്ചത്. അവരുടെ രണ്ടുപേരുടെയും ജീവിതം വെച്ചിട്ടാണ് അനുമോൾ ഗെയിം കളിച്ചത്. അതൊന്നും എടുത്തിടുന്നൊന്നുമില്ല, ഞാനിത് വെറുതെ പറയുന്നു മാത്രം. പിന്നെ ഈ ഒരു സംസാരം നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് തന്നെ അപ്പാനി ബിൻസിയുടെ കൈയിൽ കയറി പിടിച്ചോണ്ടിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. ഇത് ചൊടിപ്പിക്കുന്ന രീതിയിലുള്ള സംസാരങ്ങൾ തന്നെ കേട്ടോ. ഇതൊക്കെ വളരെ മോശമാണെന്ന് എനിക്ക് പറയാനുള്ളൂ. ഇങ്ങനൊന്നും സംസാരിക്കേണ്ട ആവശ്യമില്ലായിരുന്നു അവിടെ. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ നോക്കുവാണെങ്കിൽ അനീഷിന്റെ ലൈഫ് വെച്ചിട്ട് അനുമോൾ ഗെയിം കളിച്ചു. ഇതെല്ലാം ബിൻസി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ബിൻസി മാത്രമല്ല അപ്പാനിയും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അവരുടെ ഭാഗത്ത് ഭയങ്കര ശരിയും കാര്യങ്ങളൊന്നും ഇല്ല. അവരുടെ ഗെയിമിനെയോ അവരുടെ പേഴ്സണാലിറ്റീസോ ആയിട്ട് ഒന്നും എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ലെങ്കിലും ഉണ്ടല്ലോ, അനുമോള് കളിച്ചിടത്തോളം ആ ലെവല് വേറുള്ളവരുടെ ലൈഫ് വെച്ചിട്ട് വേറെ ഒരു കണ്ടസ്റ്റന്റും ഗെയിം കളിച്ചിട്ടില്ല. വേറെ ആരായിരുന്നെങ്കിലും എനിക്ക് തോന്നുന്നു മസ്താനിയൊക്കെ അവിടെ നിന്ന് പോകേണ്ട ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു. അതേപോലെ ബിൻസി ഇവരൊക്കെ നിന്ന് പോകേണ്ട ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു. അനുമോളുടെ അത്രയും പോലും മറ്റുള്ളവരുടെ ലൈഫ് വെച്ചിട്ട് ഇവര് രണ്ടുപേരും കളിച്ചിട്ടില്ല എന്ന് വേണം പറയാനായിട്ട്. മസ്താനിക്കിരുന്ന് കലച്ചിലാണ്, ഞാൻ ഭയങ്കര നെഗറ്റീവായി, ഒരൊറ്റ പോസിറ്റീവ് കമന്റ് പോലും ഇല്ല എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ആ രീതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അനുമോൾ അവിടെ സസ്റ്റെയിൻ ചെയ്തത് PR ന്റെ ഒരു ബലം കൊണ്ട് മാത്രമാണ്, പബ്ലിക് റിലേഷൻസിന്റെ ഒരു ബലം കൊണ്ട് മാത്രമാണെന്ന് പറയേണ്ടി വരും. കാരണം അല്ലേ പിന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയോണേ, അപ്പാനി അതിനകത്ത് ഉള്ളപ്പോ തന്നെ ബിൻസി ഔട്ടായത് അപ്പാനി കാരണമാണെന്ന് പറയുന്നു. പിന്നീട് അപ്പാനിയുടെ കാലിൽ തൊട്ട് വണങ്ങുന്നു. എത്രയൊക്കെ കാലിൽ തൊട്ട് വണങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അപ്പാനിക്ക് അതിൻ്റെതായ നെഗറ്റീവ്സ് പുറത്ത് വന്നിട്ടുണ്ട്. പിന്നെ ബിൻസിക്ക് അതിൻ്റെതായ നെഗറ്റീവ്സ് പുറത്ത് വന്നിട്ടുണ്ട്. അപ്പൊ ഈ ബുള്ളിങ്ങും കാര്യങ്ങളും എല്ലാം ഏറ്റുവാങ്ങുന്നത് ഇവരാണ്, അല്ലാതെ ഇവർക്ക് വേണ്ടി അനുമോൾ ഏറ്റുവാങ്ങിക്കുന്നില്ല. അതുകൊണ്ട് ഇവർക്ക് അതിൻ്റെതായ ഒരു ചൊരുക്ക്, ആ ഒരു പ്രതികാരം തീർക്കാൻ വേണ്ടിയുള്ള പ്രതികാരദാഹികളായിട്ടാണ് ഇവര് ബിഗ് ബോസ് ഹൗസിനകത്തേക്ക് കയറി വന്നത്. അവരുടെ ഭാഗത്തു നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു തെറ്റും പറയാനില്ല. പുറത്ത് വരുമ്പോ പുറത്തെ സിനാരിയോസ് എല്ലാം മനസ്സിലാക്കുമ്പോൾ അനുമോൾക്കും തോന്നും, അയ്യോ ഇങ്ങനെ ആണല്ലോ, ഇങ്ങനെയൊക്കെ ആണല്ലോ കാര്യങ്ങളെന്ന് തോന്നിപ്പോവും. ആ രീതിയിലാണ്. പിന്നെ ഇതിനകത്ത് അക്ബർ അപ്പാനിയുടെ പക്ഷത്ത് നിൽക്കുന്നുണ്ട്, ആദില അപ്പാനിയുടെ പക്ഷത്ത് നിൽക്കുന്നുണ്ട്. ക്ലെവേജ് കാണിച്ച് വിൻസി അപ്പാനിയുടെ അടുത്ത് പോയിരുന്നു എന്ന് അനുമോള് പറഞ്ഞൊരു വാദം എടുത്തിട്ട് ആദില ഗെയിം കളിക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ഭയങ്കര ഓവറായിരുന്നു. ഇത് പഴയ കാര്യങ്ങളാണ്. ആദിലക്ക് എന്തിന്റെ കേടായിരുന്നു എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇന്നും കൂടി 100 അടുത്ത് പറഞ്ഞതേ ഉള്ളൂ, അവർ എക്സ് കണ്ടസ്റ്റൻസ് ആണ്, നമ്മൾ ഫൈനലിസ്റ്റുകളാണ്, നമ്മൾ കണ്ടസ്റ്റൻസ് ആണ്, ആ രീതിയിൽ സംസാരിക്കണമെന്ന് പറഞ്ഞതേ ഉള്ളൂ. എന്നിട്ട് ആദില പറയുന്ന ഇങ്ങനത്തെ കാര്യം. അപ്പൊ ഇതൊക്കെ വെച്ചിട്ട് എനിക്കിത് പൊളിച്ചടുക്കുന്നുണ്ട് അനുമോളെ. ഞാനിത് കണ്ടത് വെച്ചിട്ട് പറയുകയാണ് കേട്ടോ. ശരിക്കും അനുമോൾ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റ് തുടക്കം മുതൽ കളിച്ചു വന്നൊരു ഗെയിം എന്ന് പറഞ്ഞാൽ ഡ്യൂട്ടി മര്യാദയ്ക്ക് ചെയ്യാതിരുന്ന് അതിലൂടെ ഡ്രാമ ഉണ്ടാക്കുക, പിന്നെ മറ്റുള്ളവരുടെ ലൈഫ് വെച്ച് ഇതേപോലെ കുൽസിതം പറഞ്ഞ് ഡ്രാമ ഉണ്ടാക്കി, ഇങ്ങനെയുള്ള കുറച്ച് നിലവാരമില്ലാത്ത ഗെയിംസ് അനുമോള് കളിച്ചിട്ടുണ്ട്. എത്രയൊക്കെ നിഷേധിച്ചാലും എത്രയൊക്കെ വെളുപ്പിച്ചാലും ഇതൊക്കെ തന്നെയാണ് സത്യം. ബിൻസി പറയുന്നുണ്ട്, നീ അനീഷേട്ടന്റെ പുറകെ നടന്നിട്ടല്ലേ അനീഷേട്ടൻ പ്രപ്പോസലുമായിട്ട് വന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ചോദിക്കുന്ന ഒരു കാര്യമാണ്, നീ PR കാശ് എണ്ണി കൊടുത്തിട്ടല്ലേ ഇവിടെ വന്നത്, അതുകൊണ്ട് മാത്രമാണ് നീ ഇവിടെ നിൽക്കുന്നത്, കഴിവിന്റെ പുറത്തൊന്നും അല്ല. പിന്നെ പറയുന്ന ഒരു കാര്യം, ആ ക്ലെവേജിന്റെ കേസൊക്കെ ഭയങ്കരമായിട്ട് ബിൻസി റേസ് ആവുന്നുണ്ട്. ഞാൻ നിന്റെ തലമണ്ട അടിച്ച് പൊളിച്ച് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി പോയേനെ എന്നുള്ള രീതി വരെ ബിൻസി സംസാരിക്കുന്നുണ്ട്. ആ രീതിയിൽ സംസാരിക്കുന്നു. അത്രയധികം ഫയറിലായിരുന്നു നിന്ന്. ഇനി ഞാൻ ഇത് ലൈവില് കാണാൻ നിൽക്കുന്നില്ല, എപ്പിസോഡിൽ കാണിച്ചിട്ടുണ്ടെന്നാണ് തോന്നുന്നത് ഭൂരിഭാഗം കാര്യങ്ങളും. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം.